ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണല്ലേ? ഇവിടെയും ചൂട് തന്നെയാണ്. ഇവിടെയും ചൂട് തുടങ്ങിയിട്ടുണ്ട്. റിയാദിലിപ്പം ഇടയ്ക്കൊരു പൊടിക്കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പോൾ നോർമലി ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സും മദ്രസൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് രാവിലെ പിന്നെ കുറേ നേരം ടി വിമേ പോയിട്ടോ. ഞങ്ങൾ നാട്ടിൽ പോയ ടൈമിൽ ടി വി ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ട് അങ്ങനെ ടി വി നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ ഒന്നും ഉണ്ടായിരുന്നു ഇവിടെ. അതെടുത്തുകൊണ്ട് കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ശരിയാക്കുമായിരുന്നു കേട്ടോ ഭാഗം. അതിൻ്റെ ഇടയിൽ ഭാഗൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ വൈഫ് നാട്ടിൽ പോയി, സുനു നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവന് വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാക്കാനും വർക്ക്ഷോപ്പ് കാണിക്കാനും അങ്ങനെയൊക്കെ വന്നതാണ്. അപ്പോൾ ഇതിൽ വന്നതാണ് കേട്ടോ. കുറച്ച് നേരം നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അവനങ്ങനെ പോയി. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാത്രി ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ. ഒന്ന് മദ്രസൊന്നുമില്ലല്ലോ, അതുകൊണ്ട് മക്കളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഫിനമോളെയും നിച്ചുട്ടൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആദിമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗൂഡല്ലൂരുള്ള ഇവിടെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, റിയാദിൽ തന്നെ അവരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ പോയി അവരുമായിട്ട്. കുറേ ആയിട്ടോ ഇവരൊത്ത് പുറത്ത് പോയിട്ട്. നമ്മൾ പ്രാവശ്യം റിയാദിലെത്തിയിട്ട് പിന്നെ ഇവരെ കൂടെ പുറത്ത് പോയിട്ടേ ഇല്ല. പിന്നെ അവർക്കും ഇപ്പോൾ ചെറിയ മക്കളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പുറത്തിപ്പോൾ പോവലില്ല വല്ലാതെ. പക്ഷേ ഇപ്രാവശ്യം എന്താ ഫിലിമൊക്കെ നീച്ചിട്ടൊക്കെ ഒരേ നിർബന്ധം പുറത്ത് പോകാമെന്ന്. അപ്പോഴെന്ന് ബാവക്ക് ഒഴിവുണ്ടായില്ല കേട്ടോ. ഒരു ഓട്ടം കിട്ടി അങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ സഫീനെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ വരാം, നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. മക്കളൊക്കെ ഒത്തൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടോ. അവരുടെ കൂടെയാണ് ഞങ്ങൾ പോണത്. ബാവ ഞങ്ങളെ കൂടെ വന്നിട്ടില്ല. ചെറിയൊരു ഷോപ്പിംഗ് കൊണ്ട് പിന്നെ ഫുഡ് കഴിക്കുക, പിന്നെ കാർണിവലിന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടോ റൂമിൽ നിന്ന് ഇറങ്ങിയത്. 1-2 പാർക്കിൽ പോയപ്പോഴും കാർണിവലൊന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം പെട്ടെന്ന് മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് ഇടക്കിടക്ക് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കാർണിവലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ പ്ലാൻ അങ്ങനെ ഫ്ലോപ്പായി പോയി. പിന്നെ ഞങ്ങൾ മാൾബറീസിൽ വന്നിട്ടോ ബിരിയാണി കഴിക്കാൻ. അവിടെ ചെന്നപാടെ ഓരോ വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടിയിട്ടോ. പിന്നെ മാൾബറീസിലെ ബിരിയാണിയെ കുറിച്ചാണ്ട് സ്പെഷ്യൽ ബിരിയാണിയെ കുറിച്ചൊന്നും നമ്മൾ റിയാദിലുള്ളവർക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അത്രയും സ്പെഷ്യലാണ് കേട്ടോ. ബിരിയാണികൾക്ക് മാത്രമായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആട്ടോ മാൾബറീസ്. നമ്മളെ മലാസ് ഭാഗത്താണ് കൂടുതലായിട്ട് വരുന്നത്. മാൾബറീസിൻ്റെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ. സ്നാക്സ് ആയാലും ജ്യൂസ് ആയാലും ബിരിയാണീസും വേറെ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മാൾബറീസിൻ്റെ തന്നെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. അതിൽ മാൾബറീസ് ബിരിയാണി കോർണറിലായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഫിഷ് ഐറ്റംസ് ആയാലും ചിക്കനും ബീഫും മട്ടനും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സ്പെഷ്യൽ ബിരിയാണീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുത്തപ്പോൾ സെഫി തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ, വീഡിയോയിൽ പെടുമെന്നും പറഞ്ഞുകൊണ്ട്. ഷെഫിക്കാക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല. അവൾ ഭയങ്കര ഷൈയാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിറങ്ങി നമ്മൾ റിയാൽ ഷോപ്പിൽ പോയിട്ടോ. അവിടുന്ന് അവർക്കും കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളും ഉണ്ടായിരുന്നു, നമുക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ പോയി. റിയാൽ ഷോപ്പിൽ പോയാൽ പിന്നെ അറിയാമല്ലോ, പലരും പല വഴിക്കേക്കാരും. ഫിനിമോള് ഒരു വഴി, നീച്ചുടന് വേറെ വഴി. ആർക്കും വേണ്ട സാധനങ്ങൾ അവരെടുത്താണ്ട് ട്രോളിയിലിടും അങ്ങനെ കേട്ടോ. ഫിദമോളെ പിടിച്ച് ഞാൻ പിന്നെ ഇവിടെ ട്രോളിയിലിരുത്തും. കുറേ നേരമൊക്കെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവളും ഇറങ്ങും കേട്ടോ. ഇത് എക്സ്പെഷ്യലി റിയൽ ഷോപ്പ് തന്നെയാണ്. പക്ഷേ അല്ലാതെ വില കൂടിയ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഡ്രസ്സസ്, ചെപ്പൽസ്, ഇലക്ട്രോണിക്സ്, ഫാൻസി ഐറ്റംസ്, കുട്ടികൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ബാഗ്സ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ അതിൽ ബാഗ്സും കാര്യങ്ങളും, അതിൽ ട്രോളി ആയാലും ഫാൻസി ഐറ്റംസ് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊന്നും കാണാത്ത പോലെ തന്നെയുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. റിയാദിലുള്ളവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തുകൊണ്ടു. നമ്മൾ അസീസിയ ഭാഗത്തുള്ള വലിയ ബസീമിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. പെരുന്നാളൊക്കെ ആവാനായില്ലേ, അപ്പോൾ അതിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് ഏത് ഷോപ്പിൽ പോയാലും ഇതേപോലത്തെ ട്രോളി ഉണ്ടാവും കേട്ടോ, ചെറിയ മക്കൾക്ക് ഇരിക്കാൻ. ഞാൻ ഫിദമോളെ വന്ന പാടെ നോർമൽ ട്രോളിയിലാണ് ഇരുത്തിയത്. പക്ഷേ പിന്നീടാണ് കേട്ടോ ഇത് കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ അവൾക്ക് അത് തന്നെ ഇരിക്കണം. അതിലിരിക്കുമ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അതിൻ്റെ സ്റ്റിയറിംഗ് മേലൊക്കെ പിടിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നോളൂ. വന്ന പാടെ അത് കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ കണ്ടപ്പോൾ പിന്നെ അത് തന്നെ വേണം കേട്ടോ. പിന്നെ അങ്ങനെ അതിലിരുത്തി കുറേ നേരം അങ്ങനെ അതിലിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി.
ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിൽ വന്നിട്ടോ. പിന്നെ മദ്രസ ഉണ്ടായിരുന്നു പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ. ഓൺലൈൻ ക്ലാസ് അല്ല, ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് വെള്ളിയാഴ്ച ഇവിടെ മദ്രസ ആണ് കേട്ടോ. രാവിലെ ബത്തേൽ വെച്ചിട്ടേക്കാരം. അപ്പോൾ ഫിനിമോളും നിച്ചുട്ടനും രാവിലെ മദ്രസ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ അവർ രാവിലെ കൊണ്ടുവിടും. അങ്ങനെ ചെയ്യൽ. ആദ്യമോളും ഓരോക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പോയി. ചെറിയ സ്പെഷ്യലായിട്ട് വല്ലാതെ അങ്ങനെ ഒന്നുമില്ല. ചെറിയൊരു ചിക്കൻ കറിയും വെക്കുക, നെയ്ച്ചോറും വെക്കുക കേട്ടോ. ഇന്ന് അത്രേ ഉള്ളൂ. പിന്നെ നിച്ചുട്ടനെ അങ്ങനെ മദ്രസ കൂട്ടുന്ന കഴിഞ്ഞ് അത് കഴിഞ്ഞ് പള്ളിയിൽ പോയി. അവർ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിട്ടോ. ഇന്ന് ചിലപ്പം ഷിബിലി വരും, ഉറപ്പില്ല, അവൻ പറഞ്ഞിട്ടില്ല. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അങ്ങനെ വെച്ച് ഇന്ന് പുറത്തൊന്നും പോകണില്ല കേട്ടോ. വെള്ളിയാഴ്ച അങ്ങനത്തെ ഒരു ലീവാണെങ്കിലും ഇന്ന് പുറത്തൊന്നും പോകണില്ല. ഇന്നലെ പുറത്തൊക്കെ പോയതല്ലേ. ഇന്ന് മക്കൾക്ക് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുക്കും കാര്യങ്ങളും അത് നോട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അതുകൊണ്ട് ഇന്ന് പുറത്തൊന്നും പോകണില്ല. ഭാവി നിശ്ചിട്ടനൊക്കെ പള്ളി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഫിദമോൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ എണീറ്റപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് ചോറ് പാത്രത്തിലിട്ട് വെച്ചെടുത്തതാണ്. അപ്പോൾ അവളത് ഒറ്റയ്ക്ക് വാരി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.